അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള മൂന്നാമത്തെ കാര്യം ഇളാഅത്തുൽ മാൽ, സമ്പത്ത് നശിപ്പിക്കൽ. അതാണല്ലോ നമ്മുടെ ഫാമിലിയിൽ എൻഗേജ്മെന്റിന്റെ പേരിൽ നടക്കുന്നത്. അതല്ലേ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സമ്പത്ത് നശിപ്പിക്കുക എന്ന് പറയുന്നത് അള്ളാഹ്ക്ക് കടുത്ത വെറുപ്പാണ്. കുറെ ഇബാദത്തുണ്ട്, അള്ളാഹ്ക്ക് വെറുപ്പുള്ള കുറെ ഇങ്ങനത്തെ കാര്യങ്ങളും ചെയ്താൽ എങ്ങനെയാ ആഖിറത്തിൽ രക്ഷപ്പെടുക? എൻഗേജ്മെന്റിന്റെ പേരിൽ നടത്തുന്ന ഈ നരനായാട്ടിന്, ദൂർത്തിന്, മോന്റെ കയ്യിൽ ക്യാഷ് ഇല്ലാത്തതിന്റെ പേരിൽ ലോണാണെങ്കിൽ ലോണ് എടുക്കുന്ന ഉമ്മ പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ഹറാമ് ചെയ്യിപ്പിക്കുന്ന ഉമ്മയാണോ? എന്താ ഈ കഥ? അവരവരുടെ കൊക്കിന് അതുങ്ങുന്നതിനനുസരിച്ച് ജീവിച്ചാൽ പോരെ. ആദ്യ ചെറുപ്പക്കാർ കുടുങ്ങി നിൽക്കല പലപ്പോഴും കല്യാണ സമയത്ത്. മഹർ വാങ്ങാൻ എങ്ങനെല്ലോ ഒരുക്കു കൂട്ടിയിട്ടുള്ള സംഖ്യനെ കൊണ്ട് വാങ്ങുമ്പോൾ അത് പോരാ. ആര വക? പെങ്ങളെ വകയും ഉമ്മാരിയും വക. പാവം. ഇങ്ങനെയാണോ നമ്മൾ ഒരാളെ വളർത്തേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കളൊക്കെ വളർത്തിയ എങ്ങനെ? മുത്തുനബിക്ക് മോള് ഫാത്തിമ ബീവി കാണിച്ചു കൊടുത്തില്ല, എൻ്റെ കൈ പൊട്ടി, വീട്ടിൽ ആരും അടുക്കള പണിക്ക് സഹായത്തിന് ഇല്ലാത്തതുകൊണ്ട് ഏതെങ്കിലും ഒരു ഖാദിമിനെ കിട്ടിയാൽ ഫാത്തിമ മോൾ ഇങ്ങോട്ട് വാ, 33 സുബ്ഹാനല്ലാഹും 33 അൽഹംദുലില്ലാഹും 34 അല്ലാഹു അക്ബറും ഉറങ്ങാൻ നേരത്ത് ചൊല്ലാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് നിങ്ങൾ വിട്ടത്. ആഹാരം കൊടുത്തിട്ടാണ് മക്കളെ പഠിപ്പിക്കേണ്ടത് നമ്മൾ.